Hello everyone, welcome to Commerce Classroom. കേരള PSC സെപ്റ്റംബർ 25-ന് നടത്തുന്ന ജൂനിയർ അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ കൂടെ തന്നെ ഒരു എക്സാമിന്റെ കൺഫർമേഷൻ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ കൊടുക്കാത്തവർ ഉടനെ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കാറ്റഗറി നമ്പർ 110/2022 ആണ്. സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡിൽ ക്ലർക്കിൽ പോസ്റ്റ് ആണുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ജൂലൈ 17-നാണ്. അപ്പോൾ 5 എക്സാമും ഒരുമിച്ചാണ് വരുന്നത്. നമുക്കറിയാം കാറ്റഗറി നമ്പർ 62, 63 സ്റ്റോർ കീപ്പർ, ഗോഡൺ കീപ്പർ, അതേപോലെ തന്നെ 610, 611 ജൂനിയർ അക്കൗണ്ടന്റ്, അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡിലേക്കുള്ള ക്ലർക്ക് 110/2022. അപ്പോൾ ഈ എക്സാം ഒക്കെ ഒരുമിച്ചാണ് നടത്തുന്നത്. സെപ്റ്റംബർ 25-ന് എല്ലാ എക്സാമും ഒരുമിച്ചാണ്. അപ്പോൾ ബികോമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇതുള്ളത്. നമുക്ക് ഈ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും നല്ല ഹൈ റാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് വേക്കൻസീസ് വരാനുള്ള സാധ്യതയുണ്ട്. കമ്പനി കോർപ്പറേഷനിലൊക്കെ ഒരുപാട് വേക്കൻസി വരാൻ ചാൻസ് ഉണ്ട്, കൂടുതലാണ്. അപ്പോൾ ഈ 5 കാറ്റഗറി എക്സാമും ഒരുമിച്ചാണ് നടക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതാണ്, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാറ്റഗറി നമ്പർ 110/2022 കൺഫർമേഷൻ കൊടുക്കാത്തവർ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കുക. സിലബസ് ജൂനിയർ അക്കൗണ്ടന്റ് സിലബസ് പോലെ തന്നെയാണ്, ചേഞ്ച് ഇല്ല. പ്രധാനമായിട്ട് 10 മൊഡ്യൂളുകളാണുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് വീതം ഉണ്ടാവും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബിസിനസ് മാനേജ്മെന്റ്, മാനേജറിയൽ എക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓഡിറ്റിംഗ് തുടങ്ങിയ 10 സബ്ജക്റ്റുകളാണുള്ളത്. എല്ലാം ബികോം ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. മറ്റുള്ള സബ്ജക്റ്റുകളൊന്നുമില്ല. ജനറൽ നോളജ് ഇല്ല, IT ആൻഡ് സൈബർ ലോ ഇല്ല. അപ്പോൾ ഈ 10 സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടതും എന്നും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അതേപോലെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിന്റെ 2 ക്ലാസ്സുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. അതും ഞാൻ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ സിലബസിന് മാറ്റമില്ല. 5 കാറ്റഗറി എക്സാമിനും സിലബസ് ഒരേപോലെ തന്നെയാണ്. 5 കാറ്റഗറിക്കും ബികോം ബേസ്ഡ് ആയിട്ടുള്ള എക്സാം കൂടെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് രീതിയിൽ പഠിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു all.